നമസ്കാരം. ലേഖാസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞു. പിന്നൊരു ക്ലാസ്സിൽ അതിലെ പുരാണ കഥാപാത്രങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പറയുന്നത് അതിനകത്തെ കഥകൾ അതിമോഹനം എന്ന പാഠഭാഗത്തിലെ പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആദ്യം ഒറ്റ മാർക്കിനുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. രണ്ടാമത്തെ ചോദ്യം, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? അതും എഴുത്തച്ഛൻ തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ്റെ ജീവിതകാലം 16-ാം നൂറ്റാണ്ട്. നാലാമത്തെ ചോദ്യം, ഭക്തിയിലൂടെ ഒരു ജനതയെ പരിവർത്തിപ്പിക്കുക എന്ന ചരിത്ര ദൗത്യം നിർവഹിച്ച പ്രാചീന കവി. അതും എഴുത്തച്ഛൻ തന്നെയാണ്. എഴുത്തച്ഛൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഏതാണെന്നാണ് അടുത്ത ചോദ്യം. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്. ആറാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ്റേതായി അറിയപ്പെടുന്ന മറ്റ് കൃതികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഹരിനാമ കീർത്തനം, 24 വൃത്തം, ഭാഗവതം, കിളിപ്പാട്ട്. ഏഴാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം ഏതാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. കഥകൾ അതിമോഹനം എഴുത്തച്ഛൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണെന്നാണ് എട്ടാമത്തെ ചോദ്യം. മഹാഭാരതം കിളിപ്പാട്ട്. മഹാഭാരതം കിളിപ്പാട്ടിലെ ഏത് പർവ്വത്തിലാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗം വരുന്നത്? ഉത്തരം ദ്രോണപർവം. 10ാമത്തെ ചോദ്യം, മഹാഭാരതം കിളിപ്പാട്ടിൽ എത്ര പർവ്വങ്ങളാണ് ഉള്ളത്? നമ്മൾ മറ്റു ഇതിലെ അധ്യായങ്ങൾ എന്ന് പറയും, ഇത് മഹാഭാരതം കിളിപ്പാട്ടിൽ പർവ്വങ്ങളെന്ന് പറയും. അപ്പം 21 പർവ്വങ്ങളാണ് മഹാഭാരതം കിളിപ്പാട്ടിൽ ഉള്ളത്. ഇനി നമ്മളറിയാം, മഹാഭാരതം രചിച്ചത് വ്യാസനാണ്. മഹാഭാരതം കിളിപ്പാട്ടാണ് എഴുത്തച്ഛൻ രചിച്ചത്. ഇനി വ്യാസൻ രചിച്ച മഹാഭാരതത്തിൽ എത്ര പർവ്വമുണ്ട്? 18. 12ാമത്തെ ചോദ്യം, മഹാഭാരതം കിളിപ്പാട്ടിലെ എത്രാമത്തെ പർവ്വമാണ് ദ്രോണപർവം? അത് 9ാമത്തെ. 13ാമത്തെ ചോദ്യം, വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ എത്രാമത്തെ പർവ്വമാണ് ദ്രോണപർവം? 7ാമത്തെ പർവ്വമാണ് വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ദ്രോണപർവം. കൗരവരുടെ സർവ്വസൈന്യാധിപന്മാർ ആരൊക്കെയായിരുന്നു? ആദ്യം ഭീഷ്മർ, അദ്ദേഹം ശരസൈന്യത്തിൽ വീണപ്പോൾ പിന്നെ ദ്രോണർക്ക് ശേഷം കർണർക്ക് ശേഷം ശല്യർ എന്ന് പറയുന്ന ആൾ, അതിനുശേഷമാണ് അശ്വത്ഥാമാവ്. അപ്പോൾ അവസാനത്തെ സേനാപതി അശ്വത്ഥാമാവാണ്. ഇനി 15ാമത്തെ ചോദ്യം, ഭീഷ്മർ ശരശൈലത്തിലായപ്പോൾ ആര് സേനാപതിയാകണമെന്നാണ് സുയോധനൻ ആവശ്യപ്പെട്ടത്? നമുക്കറിയാം, നമ്മൾ പാഠഭാഗം പഠിച്ചപ്പം പറഞ്ഞു കർണനോടാശു സുയോധനൻ എന്ന്. അപ്പോൾ ഉത്തരം ഭീഷ്മർ ശരസൈന്യത്തിലായപ്പോൾ സുയോധനൻ കർണനോടാണ് സേനാപതിയാകാൻ പറഞ്ഞത്. 16ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് കർണൻ സേനാപതി സ്ഥാനം ഏറ്റെടുക്കാതിരുന്നത്? അതിനുള്ള ഉത്തരം, തന്നേക്കാൾ മികച്ച വില്ലാളി വീരനായ ദ്രോണാചാര്യർ ഇരിക്കുമ്പോൾ താൻ സേനാനായകത്വം ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് കർണൻ സേനാപതി സ്ഥാനം ഏറ്റെടുക്കാതിരുന്നത്. 17ാമത്തെ ചോദ്യം, ദ്രോണർക്ക് കർണൻ കൊടുത്ത വിശേഷണം എന്തൊക്കെയാണ്? കവിതയിൽ പറയുന്നുണ്ട്, ആചാര്യര്, ഭരദ്വാജപുത്രന്, യോദ്ധാക്കൾ, പ്രബലാധിപൻ. 18ാമത്തെ ചോദ്യം, പഞ്ചവർണ്ണക്കിളിയോട് എങ്ങനെ കഥ പറയാനാണ് കവി ആവശ്യപ്പെടുന്നത്? ഉത്തരം, തൻ്റെ ചെവി രണ്ടും കുളിർക്കത്തക്ക രീതിയിൽ കഥ പറയാനാണ് കിളിയോട് കവി ആവശ്യപ്പെടുന്നത്. പഞ്ചവർണ്ണക്കിളിക്ക് കൊടുക്കാനായി കവി കുഴമ്പാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം, കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചസാരപ്പൊടി ചേർത്ത് കൂട്ടി കുഴമ്പാക്കി വെച്ചിരിക്കുന്നു. 20ാമത്തെ ചോദ്യം, പഞ്ചവർണ്ണക്കിളിക്ക് കൊടുക്കാനുള്ള കദളിപ്പഴത്തിൽ എന്തൊക്കെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്? ഉത്തരം, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞത് തിരുമ്മി ഉടച്ച് അതിൽ തേനൊഴിച്ച് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടാണ് അത് വെള്ളിത്തളികയിൽ വെച്ചാണ് കിളിക്ക് കൊടുത്തത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവർണ്ണക്കിളിയുടെ ദാഹം തീർക്കാനായി കവി കരുതി വെച്ചത് എന്തൊക്കെയാണ്?
ഉത്തരം നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും. അതെങ്ങനെ കഴിക്കാനാണ് കവി കിളിയോട് ആവശ്യപ്പെടുന്നത്? മതിയാവോളം കഴിക്കാൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഭീഷ്മ സമാനൻ അരിനിവഹത്തിന് ഭീഷ്മർ ശരശയനത്തിന്മേൽ വീണാറ്. ഇവിടെ ഭീഷ്മ സമാനൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാണ്? കൗരവ സൈന്യാധിപനായ ഭീഷ്മർ. 24ാമത്തെ ചോദ്യം. ഭീഷ്മർ എന്ന പദത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ. ശന്തനുവിന് ഗംഗയിൽ ജനിച്ച പുത്രനാണ്. പാണ്ഡവരുടെയും കൗരവരുടെയും മുതുമുത്തച്ഛനാണ്. പിതാമഹനാണ് ഭീഷ്മർ. ചൊല്ലുവാനാവതല്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എന്തിനെക്കുറിച്ച് ചൊല്ലുവാനാവതില്ലെന്നാണ് കവി പറയുന്നത്? ഉത്തരം എന്താ? മഹാഭാരത കുരുക്ഷേത്ര യുദ്ധ വർണ്ണന നടത്താൻ തന്നെ കൊണ്ടാവില്ല എന്നാണ് കവി പറയുന്നത്. ഈ വാക്ക് ആരോടാണ് പറയുന്നത്? അത് പഞ്ചവർണ്ണക്കിളി കവിയോട് പറയുകയാണ്. ചൊല്ലുവാനാവതല്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാനെന്ന്. സുയോധനന് കവി കൊടുക്കുന്ന വിശേഷണം എന്താ? സുയോധനൻ ആരാ? നമുക്കറിയാം ദുര്യോധനനാണ്. കൗരവരിൽ മൂത്തലാണ്. അയാളെ മാനിയായ അല്ലെ അഭിമാനിയായ എന്നാണ് പറയുന്നത്. കർണസുഖം ഞാൻ പറകയില്ല ആരോടും. ഈ വരിയിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സത്യം മറച്ചു പിടിച്ച് സംസാരിക്കത്തില്ലെന്ന്. പ്രസിദ്ധങ്ങളായ കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാണ്? കേക, കാകളി, കളകാഞ്ചി, അന്നനട. മലയാൺമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിശേഷണത്തിന് അർഹനായ കവിയാണ് എഴുത്തച്ഛൻ. കവി പഞ്ചവർണ്ണക്കിളിയോട് ഒരുക്കി വച്ചിരിക്കുന്ന വിഭവങ്ങളിലൂടെ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ എന്ത് പ്രത്യേകതയാണ് വ്യക്തമാക്കുന്നത്? ഇപ്പം പഞ്ചവർണ്ണക്കിളിക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു എന്ന് പറയുന്നത്, അത് കവിയുടെ കവിതയ്ക്ക് എന്ത് വേണമെന്നാണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പറയുന്നത് കാവ്യഭാഷയിൽ താൻ വിഭാവന ചെയ്യുന്ന ഗുണവിശേഷങ്ങളാണ് പഞ്ചവർണ്ണക്കിളിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന വിഭവങ്ങളിലൂടെ കവി വ്യക്തമാക്കുന്നത്. കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദർശനിഷ്ഠ, നിശ്ചയദാർഢ്യം, ദാനശീലം, അചഞ്ചലമായ സൗഹൃദം, സത്യസന്ധത, ത്യാഗശീലം, ആത്മവിശ്വാസം, പോരാട്ടവീര്യം, അഭിമാന ബോധം. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്തത്? ഉത്തരം സുയോധനൻ. ദ്രോണരെ സേനാപതിയാക്കണമെന്ന് കർണൻ സുയോധനനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം എന്തായിരുന്നു? മന്ദസ്മിതം. തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തത് ചൊല്ലു നീ. ആരാണിങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്? കവി കിളിയോടാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഇതിലൂടെ തെളിയുന്നത് എന്ത്? കഥയിൽ പിന്നീട് എന്താണ് സംഭവിച്ചെന്നറിയാനുള്ള ആകാംക്ഷയാണ് ഇതിലൂടെ തെളിയുന്നത്. പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായ ഒരു കാവ്യശൈലിയെ സൃഷ്ടിച്ച കവി ആരാണ്? എഴുത്തച്ഛനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സവിശേഷതകളാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വ്യക്തമാകുന്നത്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലെ കിളി എന്തിൻ്റെ പ്രതീകമാണ്? അത് ഭാഷയുടെ പ്രതീകമാണ്. ഭരദ്വാജ നന്ദനൻ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഭരദ്വാജൻ്റെ നന്ദനൻ. അതാരാണ്? ദ്രോണാചാര്യരാണ്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിലെ കിളി എന്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സുയോധനൻ കർണനെ ഏത് രാജ്യത്തെ രാജാവായാണ് നിയമിച്ചത്? അത് നമ്മൾ പറഞ്ഞു. എല്ലാത്തിലും നാണം കെട്ട് കർണൻ മടങ്ങിയപ്പോൾ സുയോധനൻ അദ്ദേഹത്തിന് അംഗരാജ്യമാണ് നൽകിയത്. ഭാരതീയ ഇതിഹാസത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്താണ്? മഹാഭാരത കഥയിൽ പറയുന്നത് സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ രാജ്യാധികാരത്തിന് വേണ്ടി നടത്തിയ കൊടിയ യുദ്ധത്തിൻ്റെ കഥയിലൂടെ യുദ്ധം മാനവരാശിക്ക് വരുത്തി വയ്ക്കുന്ന മഹാവിപത്തിനെക്കുറിച്ചുള്ള താക്കീതാണ് മഹാഭാരതത്തിൽ. ഇപ്പോൾ കവികൾ ദീർഘദർശികളാണെന്ന് പറയും. അവർ വരാനുള്ള കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെന്ന് പറയും. ഇപ്പോൾ യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനകളെക്കുറിച്ചാണ് മഹാഭാരത കഥ പറയുന്നത്. എഴുത്തച്ഛൻ കൃതികളെ പ്രധാന ഭാവം അത് ഭക്തിയാണ്. ഭഗവാന് പല പേരുകൾ സംബോധന ചെയ്താണ് അദ്ദേഹം തൻ്റെ കൃതി എഴുതിയിരിക്കുന്നത്. എഴുത്തച്ഛൻ കാവ്യരചനയിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി, കവി നേരിട്ട് കഥ പറയുന്നതിന് പകരം കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചിരിക്കുന്നത്. പഞ്ചവർണ്ണക്കിളിക്ക് കൊടുക്കാനായി ഒരുക്കി വെച്ചിരിക്കുന്ന കുഴമ്പാക്കിയും ഖരദ്രാവക രൂപത്തിലും വെച്ചിരിക്കുന്ന വിഭവങ്ങൾ എന്തിൻ്റെ പ്രത്യേകതയായി മനസ്സിലാക്കണം? അത് എഴുത്തച്ഛൻ്റെ കാവ്യരീതിയുടെ പ്രത്യേകതയാണ്, കാവ്യഭാഷയുടെ.
കർണസുഖം എന്ന പദത്തിൻ്റെ അർത്ഥസാധ്യത. നമ്മുടെ കർണങ്ങൾക്ക് സുഖം നൽകുന്ന, നമ്മുടെ ചെവിക്ക് സുഖം നൽകുന്ന വാക്കുകൾ എന്നാണ് അതിനർത്ഥം. ഭീഷ്മ സമാനൻ എന്നതിന് മൂലകൃതിയിൽ പറയുന്നത് ഗ്രീഷ്മ സമാനൻ എന്നാണ്. ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ വേനൽ എന്നുള്ള അർത്ഥമാണ് ഗ്രീഷ്മ സമാനൻ. ചെവി രണ്ടും കുളിർക്കെ നീ, ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത് തൻ്റെ മാത്രമല്ല മാനവരാശിയുടെ മുഴുവൻ കാതും കരളും കുളിരണിയിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു. പഞ്ചവർണ്ണക്കിളി പെൺകിടാവിനെ സന്തുഷ്ടയാക്കാൻ കവി കാഴ്ചവെക്കുന്നത് എങ്ങനെയുള്ള വിഭവങ്ങളാണ്? മലയാളികളുടെ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. പാലും തേനും കൽക്കണ്ടവും ശർക്കരയൊക്കെയാണ് കൊടുക്കുന്നത്. നെഞ്ചം തെളിഞ്ഞ് എന്ന് കവി വർണ്ണിക്കുമ്പോൾ തെളിയുന്ന ഭാവമേത്? അത് വാത്സല്യമാണ്. ഇനി പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവികൾ ആരൊക്കെയാണ്? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയത്തിൽ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇനി വിശദീകരിച്ചുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, പഞ്ചവർണ്ണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം, അവയുടെ സവിശേഷതകൾ എന്ത്? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആമുഖമായിട്ട് നമുക്ക് കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാം. മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗം. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന ഭീഷ്മരുടെ പതനത്തിന് ശേഷം ആ പദവി ഏറ്റെടുക്കാൻ കർണനോട് ദുര്യോധനൻ ആവശ്യപ്പെടുന്നു. സ്നേഹപൂർവ്വം കർണനത് നിരസിച്ചുകൊണ്ട് സർവഗുരുവും സർവശക്തനുമായ ദ്രോണാചാര്യരെ പുതിയ സൈന്യാധിപനാക്കാൻ കർണൻ ദുര്യോധനനോട് പറയുന്നതാണ് പാഠസന്ദർഭം. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. പഞ്ചവർണ്ണക്കിളിയെ സന്തുഷ്ടയാക്കുവാൻ കവി കാഴ്ചവെക്കുന്നത് മലയാളികളുടെ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ തന്നെയാണ്. കുറിക്ക് കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരുമിയുടച്ച് തേനും ചേർത്ത് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം എന്നാണ് കവി കിളിയോട് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. ദാഹം അകറ്റാനായി നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭീകരമായ യുദ്ധവർണ്ണനയ്ക്ക് മുന്നോടിയായി കവി ഇത്തരം ഒരു വിഭവ വർണ്ണന നടത്തിയത് ഒരു മുന്നറിയിപ്പാണ്. നാവിൽ കൊതിയൂറുന്ന വിഭവം സ്വീകരിച്ച് സന്തുഷ്ടമായ ജീവിതം നയിക്കേണ്ടതിന് പകരം സർവനാശത്തിന് കാരണമായ യുദ്ധ മത്സരങ്ങളിൽപ്പെട്ട് നശിക്കുന്ന മനുഷ്യരെക്കുറിച്ച് വേവലാതി കൂടിയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്യുക. നമുക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻ എഴുതിയാലും നമ്മൾ ആദ്യ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ ആ ആമുഖം എടുത്ത് എഴുതാം. എഴുത്തച്ഛനെ കുറിച്ച് ആ ഒരു പാരഗ്രാഫ് നമുക്ക് ചോദ്യത്തിൻ്റെ കൂടെ എടുത്ത് എഴുതാം. അതിനുശേഷം ഈ ചോദ്യത്തിന് ഉത്തരവായിട്ട് എഴുതേണ്ടത് മഹാഭാരതത്തിലെ ഏറ്റവും തേജസ്സുറ്റ കഥാപാത്രമാണ് കർണൻ. അസാധാരണമായ ധീരതയും സഹനശക്തിയും ദാനധർമ്മശീലവും പൗരുഷവും ഒത്തുചേർന്ന മറ്റൊരു കഥാപാത്രം മഹാഭാരതത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന നിലപാട് കർണൻ്റെ ആദർശനിഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ നേർക്കാഴ്ചയാണ്. വർത്തമാനകാല സമൂഹത്തിൽ ഇത്തരം ആദർശനിഷ്ഠയുള്ളവർ ചുരുക്കമാണ്. കർണസുഖമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രിയം നേടുന്ന സമൂഹത്തിലെ ചില ആളുകളെ വ്യംഗ്യമായി കവി ഇവിടെ വിമർശിക്കുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള കലഹം, സ്ഥാനമാനങ്ങൾക്കായി വ്യക്തിത്വം ബലികഴിക്കുന്ന അവസ്ഥ എന്നിവ വർത്തമാനകാലത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, വർത്തമാനകാല സമൂഹത്തിൽ നമ്മൾ അധികാരത്തിന് വേണ്ടിയുള്ളൊരു മത്സരത്തെക്കുറിച്ചാണ് ഇവിടെ കവി വിശദമായിട്ട് പറയുന്നത്. ഇനി ഒരു പദ്യം നമ്മൾ പൂന്താനത്തിൻ്റെ ഒരു വരിയും കൂടി ചേർത്ത് ഇവിടെ എഴുതാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ എന്ന ജ്ഞാനപ്പാനയിലെ പൂന്താനത്തിൻ്റെ വരികൾ വർത്തമാനകാല സമൂഹത്തിന് ഏറെ യോജിക്കുന്നു. പ്രലോഭനങ്ങളിൽ വീഴാത്ത ഏത് സാഹചര്യത്തിലും ആത്മാഭിമാനം പണയപ്പെടുത്താത്ത ആദർശനിഷ്ഠമായ വ്യക്തികളെ അനശ്വരമാക്കുന്നു. ആദർശനിഷ്ഠയാണ് വ്യക്തികളെ അനശ്വരമാക്കുന്നതെന്നാണ് ഇവിടെ കവി സൂചിപ്പിച്ച് വയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം. ദ്രോണരാമാചാര്യൻ താൻ ഇരിക്കെ എന്തു മാനിച്ച് മറ്റുള്ളവർ നിർത്തുന്നിത് പട. ഈ വരികളുടെ ഔചിത്യം വ്യക്തമാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക്
ആ ആമുഖം എടുത്തെഴുതിയതിന് ശേഷം അടുത്ത പാരഗ്രാഫായിട്ട് പറയേണ്ടത്, ഭീഷ്മർ ശരശയനത്തിലായ ശേഷം ദുര്യോധനൻ കർണനെ സൈന്യാധിപനാകാൻ ക്ഷണിക്കുമ്പോൾ കർണൻ പറയുന്ന മറുപടിയാണിത്. ആചാര്യനായ ദ്രോണർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ യോഗ്യത കുറഞ്ഞ മറ്റൊരാളെ ആദരിച്ച് സൈന്യത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുന്നത് ഉചിതമല്ല എന്നതാണ് കർണപക്ഷം. ദ്രോണരോടുള്ള ബഹുമാനവും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ഔചിത്യബോധവും തൻ്റെ ഊഴം വരുന്നതുവരെ കാത്തിരിക്കാനുള്ള സന്നദ്ധതയും കർണൻ്റെ ഈ വാക്കുകളിൽ പ്രകടമാണ്. ഇത് കർണൻ്റെ നീതിബോധത്തെ വ്യക്തമാക്കുന്നു. കർണൻ്റെ ഈ വാക്കുകൾ ആധുനിക സമൂഹത്തിൽ ത്യാഗത്തിൻ്റെയും വിശ്വാസ്യതയുടെയും പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞേൻ ചെവി രണ്ടും കുളിർക്കെ പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറകയില്ല ആരോടും. ചെവി രണ്ടും കുളിർക്ക പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണിത്. 2 സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കർണസുഖം എന്ന വാക്ക് അത് 2 രീതിയിലാണ്. എൻ്റെ ചെവി രണ്ടും കുളിർക്ക പറക നീ, കർണസുഖം, രണ്ടും ഒരേ അർത്ഥമാണെങ്കിലും വ്യത്യസ്ത രീതിയിലാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് പറയാൻ പറഞ്ഞത്. കവി പഞ്ചവർണ്ണക്കിളിയോട് തൻ്റെ 2 ചെവികളും കുളിർക്കത്തക്ക വിധം പറയാൻ ആവശ്യപ്പെടുന്നത് മഹാഭാരതം കഥ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മഹാന്മാരായ കഥാപാത്രങ്ങളുടെ വീരകഥകൾ കേട്ട് സന്തോഷിക്കാൻ സ്വാഭാവികമായും കവിക്ക് ആഗ്രഹം കാണുമല്ലോ. ഇവിടെ ചെവി കുളിർക്കുക എന്നത് സന്തോഷിപ്പിക്കുക എന്ന അർത്ഥമേ ഉള്ളൂ. എന്നാൽ കർണനോട് ദുര്യോധനൻ സേനാപതിയാകാൻ പറഞ്ഞപ്പോൾ കർണൻ്റെ പ്രതികരണത്തിൽ കവിഞ്ഞ ഒരു അർത്ഥതലമുണ്ട്. ഇവിടെ കർണസുഖം എന്നത് മറ്റുള്ളവരോട് താൻ കാര്യം നേടാൻ വേണ്ടി പറയുന്ന ഇഷ്ടവാക്ക് എന്നാണ് അർത്ഥം. അതാണ് കർണസുഖം, മറ്റുള്ളവരെ സുഖിപ്പിച്ച് പറയുക. സാധാരണ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു സ്വഭാവമാണിത്. പക്ഷേ കർണനിൽ നിന്നും അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവരിലും അന്തർലീനമായിട്ടുണ്ട് മറ്റുള്ളവരെ സുഖിപ്പിച്ച് അവരെ സുഖിപ്പിച്ച് കാര്യം നേടിയെടുക്കുക. പക്ഷേ കർണൻ അങ്ങനെ സ്വഭാവമില്ല എന്നാണ് ഇവിടെ 2 കർണസുഖം എന്ന വാക്കിൻ്റെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട്. സന്ദർഭം വ്യക്തമാക്കി ആശയം വിശദമാക്കുക. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ ദ്രോണപർവത്തിൽ ഭീഷ്മർക്ക് ശേഷം സേനാപതിയാകാൻ ദുര്യോധനൻ കർണനെ ക്ഷണിക്കുന്നു. ദ്രോണാചാര്യരാണ് ആ സ്ഥാനത്ത് ഏറ്റവും യോഗ്യനെന്ന് പറഞ്ഞ ശേഷം കർണൻ പറഞ്ഞ വാക്കുകളാണിത്. ദ്രോണാചാര്യർക്ക് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ താൻ സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്നാണ് കർണൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെയും രാജ്യത്തോടുള്ള കൂറിനെയും സൂചിപ്പിക്കുന്നതോടൊപ്പം സ്ഥാനമാനങ്ങളുടെ ക്രമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രകടമാകുന്നു. പക്ഷേ എന്ന വാക്ക് ഒരു പക്ഷേ ദ്രോണർ ഉള്ളപ്പോൾ തൻ്റെ ഊഴം വരില്ല എന്നൊരു സൂചനയും നൽകുന്നു. അടുത്ത ചോദ്യം. കർണൻ എന്ന കഥാപാത്രത്തെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നതിലെ സവിശേഷതകൾ ദ്രോണപർവത്തിലെ സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക. മഹാഭാരതത്തിലെ ഏറ്റവും സങ്കീർണവും ദുരന്തപൂർണവുമായ കഥാപാത്രത്തിൽ ഒരാളാണ് കർണൻ. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലൂടെ കർണനെ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ എല്ലാ മാനുഷികമായ സവിശേഷതകളും ദൗർബല്യങ്ങളും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്നു. ദ്രോണപർവത്തിലെ കർണനുമായോ ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. കർണൻ്റെ അസാമാന്യമായ ധീരതയും ആത്മാഭിമാനവും എഴുത്തച്ഛൻ പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്നു. വൻപനാം കർണൻ എന്ന വിശേഷണം തന്നെ ഇത് സൂചിപ്പിക്കുന്നു. തൻ്റെ കഴിവുകളിലുള്ള ആത്മവിശ്വാസവും ആരുടെ മുന്നിലും തല ഉനിക്കാത്ത പ്രകൃതവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദുര്യോധനൻ സേനാപതി സ്ഥാനം വാഗ്ദാനം ചെയ്യുമ്പോൾ കർണൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ്. ദ്രോണരാം ആചാര്യൻ താനിരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നത് പട എന്ന് ചോദിക്കുന്നതിലൂടെ ദ്രോണാചാര്യരോടുള്ള ബഹുമാനവും സ്ഥാനക്രമത്തിലുള്ള തൻ്റെ ശ്രദ്ധയും അദ്ദേഹം വ്യക്തമാക്കുന്നു. കർണസുഖം ഞാൻ പറകയിൽ ആരോടും എന്ന പ്രസ്താവന മുഖസ്തുതിക്ക് വഴങ്ങാത്ത സത്യസന്ധമായ നിലപാടുള്ള വ്യക്തിയാണ് താനെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ നീതിബോധത്തിൻ്റെയും ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെയും കാണിക്കുന്നു. കർണൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം ദുര്യോധനനോടുള്ള അചഞ്ചലമായ കൂറാണ്. തനിക്ക് അംഗീകാരവും സ്ഥാനവും നൽകിയ ദുര്യോധനന് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു.
ഈ കൂറ് പലപ്പോഴും അധർമ്മപക്ഷത്ത് നിലയുറപ്പിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയെങ്കിലും ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടാത്തതാണ്. ദ്രോണപർവത്തിൽ കർണൻ്റെ മരണം അതീവ ദയനീയവും ഹൃദയസ്പർശവുമായിട്ടാണ് എഴുത്തച്ഛൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കർണനാമം ജനാധിപൻ എന്നുടെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ എന്ന് ദുര്യോധനൻ വിലപിക്കുമ്പോൾ കർണൻ്റെ മഹത്വവും ദുര്യോധനനുമായുള്ള ആത്മബന്ധവും വ്യക്തമാക്കുന്നു. ഇത് കർണൻ എന്ന കഥാപാത്രത്തെ എഴുത്തച്ഛൻ എത്ര നന്നായിട്ടാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ്റെ കഥാപാത്ര സൃഷ്ടിയിലെ വൈദഗ്ധ്യം എഴുത്തച്ഛൻ കർണനെ കേവലം ഒരു വില്ലനായോ നായകനായോ മാത്രം ചിത്രീകരിക്കുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സങ്കീർണമായ മാനസിക അവസ്ഥകളും ധാർമ്മികതയും സംഘർഷങ്ങളും അവതരിപ്പിക്കുന്നു. എഴുത്തച്ഛൻ്റെ തൂലികയിൽ വിരിഞ്ഞ കർണൻ മലയാളികളുടെ മനസ്സിൽ ആത്മാഭിമാനം, നീതിബോധം, ഒടുവിലെ ദാരുണമായ അന്ത്യം എന്നിവയെല്ലാം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകളും ധാർമ്മികമായ സമസ്യകളെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർണൻ്റെ കഥാപാത്ര സൃഷ്ടിയിലൂടെ എഴുത്തച്ഛൻ തൻ്റെ കാവ്യാത്മകമായ കഴിവും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള ധാരണയും വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇതിനകത്തെ ചോദ്യോത്തരങ്ങളെല്ലാം മനസ്സിലായി. ഈ പാഠഭാഗം നന്നായി മനസ്സിലാക്കി ഇതിനകത്ത് വരുന്ന ഈ ചോദ്യോത്തരങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി എല്ലാം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.